എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഏപ്രിൽ മാസം തുടങ്ങി. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഈ വരുന്ന ആഴ്ചയിൽ 8 ഓഹരികളാണ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ആ ഡിവിഡൻഡ് ഓഹരികൾ എന്നും നിക്ഷേപകരെ ശ്രദ്ധയാകർഷിക്കുന്ന ഓഹരികളാണ്. അപ്പോൾ ആ ഡിവിഡൻഡ് കൊടുക്കുന്നത് നോക്കിയിട്ട് അങ്ങനത്തെ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഓഹരികളിൽ 94 രൂപ വരെ ഡിവിഡൻഡ് കൊടുക്കുന്ന ചില ഓഹരികളുണ്ട്. ഓഹരി ഉടമകൾക്ക് കമ്പനികൾ നൽകുന്ന ഒരു പാരിതോഷികങ്ങളാണ് ഡിവിഡൻഡ് അല്ലെ ലാഭവിഹിതം എന്ന് പറയുന്നത്. അതായത് നിക്ഷേപകരെ സംബന്ധിച്ച് അധിക വരുമാനം നേടിത്തരുന്ന ഒരു അവസരമാണിത്. അതായത് ഓഹരി ഉയരും, ഒപ്പം നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഈ അവർ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലേ, അതായത് ആ ഡേറ്റിനുള്ളിൽ നമ്മളിൽ ഓഹരികൾ ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ആ ഡിവിഡൻഡിന് അർഹത നേടും നമ്മൾ. അതുപോലെ തുടർച്ചയായി ലാഭവിഹിതം നേടുന്ന കമ്പനികളും ഇഷ്ടംപോലെ ഉണ്ട്. അടിസ്ഥാനപരമായി നല്ല ഫണ്ടമെൻ്റൽ ഷോ അത് കണ്ടെത്തി അതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം സുഭിക്ഷമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഓഹരികൾ എന്ന് നോക്കാം. ആദ്യത്തെ ഓഹരി ഭാരത് ഡൈനാമിക്സ് ആണ്. അതായത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ഓഹരിക്ക് ഒന്നിന് 8 രൂപ 85 പൈസയുടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ഓഹരിയാണ് GPT ഹെൽത്ത് കെയർ. അതായത് രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ശൃംഖലയായ GPT ഹെൽത്ത് കെയർ. അതായത് ഓഹരി 1 രൂപയുടെ ഓഹരിക്ക് അവർ ഡിവിഡൻഡായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2-ാം തീയതി തന്നെയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അടുത്തത് TVS ഹോൾഡിങ്സ്. അലൂമിനിയം ഡൈകാസ്റ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധയൂന്നിയിരിക്കുന്ന TVS ഹോൾഡിങ്സ്. അതായത് ഓഹരി ഒന്നിന് 94 രൂപയുടെ അവർ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏപ്രിൽ 2-നാണ് റെക്കോർഡ് ഡേറ്റ്. അടുത്തത് അശോക് ലൈലാൻഡ്. ഇടത്തരം വൻകിട വാണിജ്യ വാഹനങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ ഹിന്ദുജ ഗ്രൂപ്പ് കമ്പനിയായ അശോക് ലൈലാൻഡ് ഒരു ഓഹരിക്ക് 4 രൂപ 95 പൈസയുടെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ 3-ാം തീയതിയാണ്. അടുത്തത് സുന്ദരം ക്ലേട്ടൺ. അലൂമിനിയം ഡൈകാസ്റ്റിയം ഘടകങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയായ സുന്ദരം ക്ലേട്ടൺ 5 രൂപ 15 പൈസയുടെ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏപ്രിൽ 4-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അടുത്തതാണ് വരുൺ ബീവറേജ്. അതായത് പെപ്സി കമ്പനിക്ക് വേണ്ടി ശീതളപാനീയങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ ഫ്രാഞ്ചൈസിയാണ് വരുൺ ബീവറേജ്. അത് ഒരു ഓഹരിക്ക് 1 രൂപ 25 പൈസയുടെ ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏപ്രിൽ 4-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ്. അടുത്തത് വിസ്കോ ട്രേഡ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ബാങ്കിതര ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വിസ്കോ ട്രേഡ് അസോസിയേറ്റ്. അത് 1 രൂപയുടെ അത് ഡിവിഡൻഡാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ വിസ്കോ അസോസിയേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 1 രൂപ വീതം ഡിവിഡൻഡായിട്ട് കിട്ടും. ഏപ്രിൽ 5-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അടുത്ത കമ്പനി ഇസാബ് ഇന്ത്യയാണ്. വെൽഡിംഗ് കട്ടിംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മുൻനിര കമ്പനിയായ ഇസാബ് ഇന്ത്യ 24 രൂപയുടെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കമ്പനികളാണ് അടുത്ത ആഴ്ച ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ച കമ്പനികൾ ഡീറ്റെയിൽ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.